നമസ്കാരം. ഫോർട്ടുഗ ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയ്ക്ക് വരാനിരിക്കുന്നത് 8ന്റെ പണി തന്നെയാണ്. അമേരിക്കയുടെ സൈനിക ആധിപത്യത്തെ കടുത്ത വെല്ലുവിളിയിലാക്കി ചൈനയുടെ പുതിയ തലമുറ യുദ്ധവിമാനങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുക തന്നെയാണ്. മാവോ സേതുങ്ങിന്റെ ജന്മദിനമായ ഡിസംബർ 26-ന് J-36, J-50 എന്ന പേരുകളിൽ പ്രോട്ടോടൈപ്പുകളുടെ ദൃശ്യങ്ങൾ ചൈന പുറത്തുവിട്ടിരുന്നു. US-ന് കനത്ത തിരിച്ചടിയായി മാറുകയായിരുന്നു ഇത്. ചൈനയുടെ ഈ സാങ്കേതിക അഭിമുഖം ആഗോള വ്യോമയുദ്ധ മേഖലയിലെ നേതൃപദവി കൈപ്പിടിയിലാക്കാനുള്ള തീവ്രമായ ശ്രമത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ബോയിങ്ങിന് പുതിയ യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള കരാർ നൽകിയതിനൊപ്പം NGAD പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ US ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചൈന ഈ വിപ്ലവാത്മക ചുവടുവയ്പ് നടത്തുന്നത്. J-36 എന്ന ചൈനീസ് യുദ്ധവിമാനത്തിൽ 3 എഞ്ചിനുകളുള്ള അപൂർവമായ സജ്ജീകരണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിക്രമ ത്രസ്റ്റും പ്രബല പേലോഡ് ശേഷിയുമാണ് ഇത് കൈവരിച്ചിരിക്കുന്നത്. ഇത്തരം നവീനമായ ഡിസൈൻ പരീക്ഷണങ്ങൾ അമേരിക്കയുടെ പ്രതിരോധ കുതിപ്പിനെ പിന്നിലാക്കുകയാണ്. അതേസമയം WS-15 എഞ്ചിൻ ഉപയോഗിച്ചുള്ള J-20 യുദ്ധവിമാനത്തിൽ ചൈന നേടിയ സാങ്കേതിക പുരോഗതി ഇപ്പോഴും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ ആശങ്കകളാണ് ഉയർത്തുന്നത്. WS-15ന്റെ പൂർണ്ണക്ഷമതയെക്കുറിച്ച് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും താൽക്കാലികമായി അതിന്റെ പരിമിതികൾ മറികടക്കാൻ J-36-ൽ ആവിഷ്കൃതമായ 3 എഞ്ചിൻ സംവിധാനം പുതിയ വഴികളാണ് തുറന്നിരിക്കുന്നത്. J-50 എന്നത് ഇരട്ട എഞ്ചിനുകളും V ചിറകുകളുമുള്ള വിപ്ലവാത്മക യുദ്ധവിമാനമാണ്. ഈ മോഡലുകൾ ഇപ്പോഴും വികസന ഘട്ടത്തിലായിരുന്നാലും ചൈനയുടെ സാങ്കേതിക വേഗത അമേരിക്കയുടെ വ്യോമാധിപത്യത്തിന് നേരെ ഉയരുന്ന ഇരുണ്ട മേഘങ്ങൾ തന്നെയാണ്. J-36ന്റെ 23 മീറ്റർ നീളവും 54,000 കിലോഗ്രാം വരെയുള്ള ഭാരമുള്ള മാതൃക തന്ത്രപ്രധാന ബോംബറുകൾക്ക് സമാനമായ പെരുമാറ്റമാണ് വാഗ്ദാനം ചെയ്യുന്നത്. വായു മേധാവിത്യം മുതൽ കമാൻഡ് ആൻഡ് കൺട്രോൾ പ്രവർത്തനങ്ങൾ വരെ ഇതിന് വൈവിധ്യമാർന്ന ഉപയോഗ സാധ്യതകൾ ചൈനയുടെ വളർന്നു വരുന്ന സൈനിക ശക്തികളെയാണ് തെളിയിക്കുന്നത്. യുദ്ധവിമാനങ്ങളുടെ രൂപകൽപ്പനയും പ്രവർത്തനവും സംബന്ധിച്ച് ചൈന കാണിച്ചിരിക്കുന്ന ഈ പുരോഗതി ലോകത്തിൽ തന്നെ അമേരിക്കയെ പിന്നിലാക്കാനുള്ള ചൈനയുടെ തീവ്ര ഉദ്ദേശം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ചൈന സൗഹൃദം പങ്കിടുന്ന ഏതെങ്കിലും ഒരു രാജ്യമായി അമേരിക്ക ഇനിയൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ ഭയക്കുമെന്നതിൽ ഇനിയൊരു സംശയവുമില്ല. സമാന തലമുറയുടെ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ US വർഷങ്ങൾ ചെലവഴിച്ചപ്പോൾ ചൈന അതിവേഗം തന്നെ സാങ്കേതിക പോരാട്ടത്തിൽ മുന്നേറിയതിന്റെ തെളിവാണ് ഈ വിമാനം യഥാർത്ഥത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഓസ്ട്രേലിയൻ സ്ട്രാറ്റജിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിലയിരുത്തൽ പ്രകാരം J-36ന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഒരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ്. ചൈന സുതാര്യതയോടെ ആധിപത്യമുള്ള ശക്തിയായി മുന്നോട്ട് പോകുന്നുവെന്ന മുന്നറിയിപ്പ് തന്നെയാണ് അത് നൽകുന്നത്. ഇത് US-നും അതിന്റെ സഖ്യകക്ഷികൾക്കും ഒരേപോലെയുള്ള തകർപ്പൻ മുന്നറിയിപ്പ് തന്നെയാണ്. ആധുനിക വിമാന എഞ്ചിൻ നിർമ്മാണം തുടങ്ങി ഒരു ശതകത്തിൽ പാശ്ചാത്യ ശക്തികൾ കൈവശം വെച്ച സാങ്കേതിക വിദ്യകളാണ് ചൈന ഇപ്പോൾ സ്വന്തമാക്കുന്നത്. J-36, J-50 എന്നീ പ്രോട്ടോടൈപ്പുകൾ ചൈനയുടെ തന്ത്രപരമായ കുതിപ്പിന്റെ തെളിവുകൾ തന്നെയാണ്. ഭൗമരാഷ്ട്രീയവും സൈനികവുമായ ആധിപത്യ പ്രതിസന്ധിയുടെ പുതിയ അധ്യായം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ചൈനയുടെ ഈ നീക്കങ്ങൾ US-ന്റെ വാശിയും വാദങ്ങളും യഥാർത്ഥത്തിൽ ഇവിടെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് യഥാർത്ഥത്തിൽ നെട്ടോട്ട് മൂടുക തന്നെയാണ് ട്രംപ് എന്നതിൽ സംശയമൊന്നുമില്ല.